മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് 712.98 കോടി രൂപ ഇതുവരെ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. നഷ്ടപരിഹാരമായി 2221 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതുവരെ കേന്ദ്രം തുക അനുവദിച്ചിട്ടില്ല. സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മാനദണ്ഡങ്ങൾ ഇളവ് ചെയ്തതിനാൽ SDRF-ൽ നിന്ന് 120 കോടി വരെ ചെലവിടാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ ടൗൺഷിപ്പ് ഭൂമി വിലയ്ക്ക് വാങ്ങും. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാനാവുന്ന രീതിയിലാണ് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നത്. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകും. പുനരധിവാസം പൂർത്തിയാക്കും വരെ വീടുകളുടെ വാടക സർക്കാർ നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ 61 ദിവസം കൊണ്ട് മന്ത്രിസഭ തീരുമാനമെടുത്തു. എത്രയും വേഗം തന്നെ ഭൂമി ഏറ്റെടുത്ത് കൈമാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. 30 ലക്ഷം രൂപ എന്നത് പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിൽ ഒറ്റ വീടിന്റെ നിർമ്മാണത്തിന് കണക്കാക്കിയതാണ്. വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കുമ്പോൾ ചെലവ് കുറയും. അങ്ങനെ വരുമ്പോൾ ചെലവ് 20 ലക്ഷത്തിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് പകരം കൃഷിഭൂമി നൽകാനാവില്ല. വീടുകൾ നിർമ്മിച്ചു നൽകേണ്ടവരുടെ കരട് പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അന്തിമ പട്ടിക ഉടൻ തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.